ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇതേ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും മഴയല്ല, ഇടയ്ക്ക് മഴ പെയ്യും, അപ്പോൾ തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അത് മാറിക്കഴിഞ്ഞ് വീണ്ടും മഴ പെയ്യും, അങ്ങനെയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിത് കൊക്കോ ഉണങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് കൊക്കോ ഉണങ്ങണത്, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഈ വീട്ടിലെ തിരക്കുകളും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്കിന്ന് കൊക്കോ ഉണങ്ങാനായിട്ട് ഈ ഒരു കറുത്ത കുറ്റി ഉണ്ടോ, ആ ഒരു കുറ്റിക്കകത്ത് ഒരു കുറ്റി നിറച്ച് കൊക്കോ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 130 കിലോയൊക്കെ കാണും കേട്ടോ. അത് ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ചാക്കിലേക്ക് നമുക്ക് എടുത്ത് പൊക്കാൻ പാകത്തിനുള്ള ഒരു 3-4 ചാക്കിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾ പകുതി വാരി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഇരുന്നങ്ങാണ്ട് വെള്ളമൊക്കെ വലിഞ്ഞ് പൊക്കോളും. അടിയിൽ നമ്മൾ പപ്പട കമ്പിയൊക്കെ വെച്ചങ്ങാണ്ട് ഓട്ടോയൊക്കെ ഇട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഇങ്ങനെ ചാക്കിലാക്കി വെക്കുന്ന കൊക്കോ ഉണ്ടല്ലോ 2-3 ദിവസമൊക്കെ വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉണങ്ങാനായിട്ട് എടുക്കണത്. അപ്പോൾ വെയിലുണ്ടോയെന്ന് നോക്കുന്നതാണ് കേട്ടോ. രാവിലെ എണീച്ചപ്പത്തിനൊരു തെളിച്ചമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ കൊക്കോയൊക്കെ എല്ലാം പടതയിലാക്കി ഇട്ടു കേട്ടോ. മുഴുവനായിട്ടൊന്നും ഇട്ടില്ല, 2 വരമ്പായിട്ടോ ഇട്ടുള്ളൂ. അത് 2 വരമ്പിൽ നന്നായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെയിലൊക്കെ മൂടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നോക്കി നടക്കുകയാണ് കേട്ടോ. മഴ പെയ്യുന്നത് എപ്പോഴാണോ എന്ന് വെച്ചിട്ട് അന്നേരം വാരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്തേക്ക് കൂടെ തന്നെ നടക്കുന്നത്. അപ്പോൾ 2 പടമ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മഴക്കാറ് കയറുന്ന കണ്ട് അപ്പം തന്നെ ഞങ്ങളെല്ലാ പടുതയും കൊക്കോ വെയിലത്തിട്ടതൊക്കെ എല്ലാം വാരി വെച്ചു കേട്ടോ. കാരണം ഇങ്ങനെ മഴ പെയ്യുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ വെയിലത്തേക്ക് ഇട്ടു. പെട്ടെന്നുള്ള മഴയാണ് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. മുന്നറിയിപ്പില്ലാത്ത മഴകളാണ് വരാറുള്ളത്. ഇടയ്ക്കൊരു വെയിൽ തെളിയും, അത് കഴിഞ്ഞ് പെട്ടെന്നൊരു മഴയും പെയ്യും. ആ മഴ മാറുന്നതോട് കൂടിയ തന്നെ അടുത്ത വെയിലും തെളിയും, അങ്ങനെയാണ് കേട്ടോ. അത് കാരണം കൊക്കോ വെയിലത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ വെയിൽ തെളിയുമെന്ന് വിചാരിച്ചിട്ടതാണ്. അത് കഴിഞ്ഞിട്ട് വാരി വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് മഴ പെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. കാരണം ഇത്രയും കൊക്കോയൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. വെയിലുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയാനില്ല. രാവിലെ വെയിലത്തേക്ക് ഇട്ട് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ വെയിൽ മാറുമ്പോൾ തന്നെ അതെടുത്ത് വാരി ചാക്കിലേക്ക് കെട്ടി വെച്ചാൽ മതി. പിറ്റേ ദിവസം അങ്ങനെ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കൊക്കോ ഉണങ്ങും കേട്ടോ. അപ്പോൾ ഈ മഴയായി കഴിയുമ്പോൾ നമ്മൾ ഒരാഴ്ച, ഇപ്പോൾ ഇത്രയും കൊക്കോയൊക്കെ ഒരാഴ്ചയുടെ മുകളിൽ നമുക്ക് ഉണക്കിയെടുക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം മഴയൊക്കെ നോക്കി അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ ഇനി കൊക്കോ അവിടെ ഇരുന്ന് മുളച്ച് പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അടുപ്പത്തേക്ക് തീയൊക്കെ കത്തിച്ച് അടുപ്പത്തേക്ക് കൊക്കോ വയ്ക്കാനായിട്ട് റെഡി തുടങ്ങുവാണ് കേട്ടോ. അങ്ങനെ അതേ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു. അടുക്കളയിലെ ഉച്ചക്കത്തേക്ക് ചോറും കറികളും എല്ലാം ആക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ 2 അടുപ്പിലും തീ ഒരുപോലെ കത്തിച്ചേക്കണത്. അപ്പോൾ ഒരടുപ്പിൽ നല്ല കണലുണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ വിറക് വെച്ച് കൊടുത്തേ ഉള്ളൂ കേട്ടോ. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് മറ്റേ അടുപ്പത്ത് ഇതുപോലെ തന്നെ തീയൊക്കെ കത്തിച്ചു. പിന്നെ ഇത് കട്ട കയറ്റി വെക്കും കേട്ടോ. ഓളോപ്ലസിൻ്റെ 5-6 കട്ട വെച്ചെങ്ങാണ്ട് അതിൻ്റെ മുകളിൽ തകരത്തിൻ്റെ പാട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ടാണ് കേട്ടോ ഉണക്കിയെടുക്കാറ്. അപ്പോൾ ഉണക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് കൊക്കോ ഇനി അടുപ്പത്തേക്ക് ഇടാനായിട്ട്. ഇതാണ് കേട്ടോ 6 കട്ടയും വെച്ചിട്ടുണ്ട്. 2 അടുപ്പിൻ്റെ നടുക്കിലായിട്ട് 2 എണ്ണം, അപ്പുറം ഇപ്പുറം ഈ 2 എണ്ണം വെച്ച് അങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഇത് നമ്മളെപ്പോഴും കൊക്കോ ഉണങ്ങണ പാട്ട ഇതാണ് കേട്ടോ. അപ്പോൾ ആ പാട്ട അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ മഴക്കാലമായ പിന്നെ എന്നും ഇങ്ങനെയാണ് തന്നെയാണ് കേട്ടോ കൊക്കോ ഉണങ്ങണത്. ഇടയ്ക്കൊക്കെ വെയിൽ തെളിയുന്ന സമയത്ത് പകുതി മുക്കാലൊക്കെ ഉണക്കാക്കി വെച്ചിട്ട് ബാക്കി വെയിലത്ത് വെച്ചെങ്ങാണ്ട് ഉണക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഈ അടഞ്ഞ മഴയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാണ്ട് നിവർത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്തും അകത്തും ഒരുപോലെ തീ കത്തിച്ചെങ്ങാണ്ട് പാട്ട വെച്ചെങ്ങാണ്ട് അതിൻ്റെ പുറത്തിട്ടിട്ടാണ് കേട്ടോ കൊക്കോ ഉണങ്ങാറ്. അപ്പോൾ ഇത് നന്നായിട്ട് തീ കത്തണുണ്ട്. നമ്മൾ കൊക്കോ ഉണങ്ങുന്ന സമയത്ത് ഇത്രയും തീയൊന്നും വേണ്ട കേട്ടോ. പാട്ട ശരിക്കും ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ചിരട്ടയൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. നമുക്ക് ഈ പാട്ടയുടെ ചൂട് ആവണത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. പാട്ട ശരിക്കും ചൂടായി കഴിയുമ്പോഴേ മുകൾ വശം അങ്ങനെ കളർ മാറി വരാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ ശരിക്കും ആ ഒരു ഇരുമ്പ് പഴുത്തിരിക്കുന്ന ആ ഒരു ഇരുമ്പിലേക്കാണ് നമ്മൾ കൊക്കോ കൊണ്ടുപോയിങ്ങാണ്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല തീയൊക്കെ കത്തിക്കണ്ട് അതിന് കനലായി കഴിഞ്ഞാൽ പിന്നെ 1-2 വിറക് കഷ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കും. നല്ല ഇച്ചിരി പച്ചമുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കുവാണെങ്കിൽ പെട്ടെന്നാകും കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഇത് തന്നെ ആയതുകൊണ്ട് അങ്ങനെയുള്ള കട്ടിയുള്ള വിറകുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ചെറിയ ചെറിയ വിറകുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ.
നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴല്ലേ തേങ്ങയ്ക്കൊക്കെ പൊതി ഇല്ലാണ്ട് പൊതിച്ച തേങ്ങ കിട്ടുന്നത്. പിന്നെ അതേപോലെ വീടുകളിലൂടെയൊക്കെ തേങ്ങ ഉള്ളത് മേടിക്കുമ്പോൾ അതിന് ചകിരിയോട് കൂടിയിട്ടാണ് മേടിക്കാറ്. അപ്പോൾ അങ്ങനെയുള്ള ചകിരികളൊക്കെ ഞങ്ങൾ ചാക്കിലാക്കി ഇങ്ങാണ്ട് വേനൽക്കൊക്കെ തേങ്ങ പൊളിക്കുന്ന ചകിരിയൊക്കെ ചാക്കിലാക്കി ഇങ്ങാണ്ട് എടുത്തു വയ്ക്കും. അങ്ങനെ മഴ വരുന്ന സമയത്ത് കൊക്കോ ഉണങ്ങുമ്പോൾ നമ്മൾ അത് എടുത്തുകൊണ്ട് ഉപയോഗിക്കാറാണ് കേട്ടോ പതിവ്. അല്ലാണ്ട് നമ്മൾ തീ കത്തിക്കാനായിട്ട് അത് എടുക്കാറില്ല. അങ്ങനെ ചാക്കിലാക്കി വെച്ചായിരുന്ന ചകിരിയൊക്കെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു മാസമായിട്ട് മൊത്തം കൊക്കോ ഉണക്കൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇപ്പോൾ വീഡിയോ എടുത്തെന്നുള്ളൂ. ഇപ്പോൾ ഇതേ പാട്ട നന്നായിട്ട് തന്നെ ചൂടായി തുടങ്ങി കേട്ടോ. മുകളിൽ കൂടെ ആവി വരെ വരാൻ തുടങ്ങി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കൊക്കോ വാരിങ്ങാണ്ട് കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഒരു 1.5 ബക്കറ്റ് കൊക്കോയൊക്കെയാണ് കേട്ടോ ഉണക്കിയെടുക്കാറ്. അപ്പോൾ ഇനി ഇതിലേക്ക് കൊക്കോ വാരി കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേ കൊക്കോയിലെ പടതെല്ലാം കൂടെ വാരി സൈഡിലേക്ക്, മുറ്റത്തിൻ്റെ സൈഡിലേക്ക് മഴ നനയാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് കയറ്റി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ആവശ്യത്തിനുള്ള കൊക്കോ എടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ കൊക്കോ എപ്പോഴും വാരി എടുക്കുന്ന ഒരു ബക്കറ്റ് തന്നെ ഉണ്ട് കേട്ടോ. ആ ബക്കറ്റിന് അത്ര വൃത്തിയൊന്നും പോരാ, കാരണം എപ്പോഴും ഈ കൊക്കോ മാത്രമല്ലേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ കളർ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബക്കറ്റിലേക്ക് തന്നെ ഒരു ബക്കറ്റ് കൊക്കോ വലിച്ച് വാരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബക്കറ്റ് ഇനി കൊക്കോ പാട്ടപ്പുറത്ത് കൊണ്ടുവന്നിടും. നമ്മളിപ്പോൾ ഇത് ഉണങ്ങാനായിട്ട് 100 കിലോ കൊക്കോയൊക്കെ ഉണ്ട് ഉണങ്ങാനായിട്ട് 3-4 ദിവസമൊക്കെ പിടിക്കും കേട്ടോ. കാരണം ഒരു ദിവസം നമുക്ക് അകത്തുള്ള പാട്ടയിലാണെങ്കിൽ 3 ട്രിപ്പൊക്കെയാണ് ഉണക്കിയെടുക്കുന്നത്. അതേപോലെ തന്നെ പുറത്ത് പാട്ട വയ്ക്കുമ്പോൾ അതിലും 3 ട്രിപ്പ് 4 ട്രിപ്പൊക്കെ പുറത്താണെങ്കിൽ ഉണക്കിയെടുക്കും കേട്ടോ. കാരണം അകത്ത് നമുക്ക് അടുക്കളയിലെ ആവശ്യങ്ങൾക്ക് ചോറും കറിയും വെക്കാനും ഒക്കെ അടുപ്പ് നമുക്ക് വേണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് രാവിലെ കൊക്കോ അടുപ്പത്തേക്ക് ഇടുന്നത് കേട്ടോ. പുറത്ത് അങ്ങനെയല്ല, രാവിലെ നമ്മൾ എളുപ്പിന് എണിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെട്ടം കുറച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തടുപ്പിൽ തീ കത്തിച്ചിങ്ങാണ്ട് കൊക്കോ ഇടും കേട്ടോ. രാവിലെ ഇപ്പോൾ ഒരു 7 മണിക്കൊക്കെ കൊക്കോ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം 10 മണി വരെയൊക്കെ ഞങ്ങൾ തീ കത്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇടയ്ക്ക് കൊക്കോ ആവണ സമയത്ത് അത് വാരി മാറ്റി അടുത്ത ട്രിപ്പ് ഇടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ പുറത്തടുപ്പിലാണെങ്കിൽ ഒരു 5-6 ഒക്കെ ട്രിപ്പ് ഇടാം കേട്ടോ. പുറത്താകുമ്പോൾ അകത്താണെങ്കിൽ 3 ട്രിപ്പ് ഇടാൻ പറ്റുള്ളൂ. പിന്നെ കഞ്ഞി അടുപ്പത്തിട്ട് കഴിഞ്ഞാലും കറികളൊക്കെ സ്റ്റൗവിലും ഇൻഡക്ഷൻ കുക്കറിലും ഒക്കെ ആയിട്ടാണ് കേട്ടോ ചെയ്യാറ്. കൊക്കോ ഉണങ്ങുന്ന ദിവസങ്ങളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് കറണ്ട് കാശ് പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് ഇത്രയും കൊക്കോ ഉണക്കി പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കണം മുളക്കുന്നതിന് മുമ്പ്. അങ്ങനെ അതേ ഒരു ബക്കറ്റ് കൊക്കോ ഞാൻ വാരിയെടുത്തത് തട്ടിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ. ഇനി അതൊന്ന് നിരത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ടി കുറച്ചാണ് ഇടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആകും കേട്ടോ. പക്ഷേ നമുക്ക് അത്രയും കൊക്കോ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കനത്ത് തന്നെയാണ് കേട്ടോ ഇടുന്നത്. 2-3 മണിക്കൂർ നമ്മൾ നിന്ന് തീ കത്തിച്ചിങ്ങാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് പിന്നെ വെള്ളമൊക്കെ വലിയുന്ന ആ ഒരു സമയം വരെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തീ കത്തിച്ചിങ്ങാണ്ട് കൂടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ വലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് തീയിട്ടെങ്ങാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ ഒരു 1/4 ഉണക്കാക്കി വെക്കും കേട്ടോ. ഇത് മുളച്ചു പോകാണ്ടിരിക്കാനും പൂത്തു പോകാണ്ടിരിക്കാനും പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു വെക്കുന്നത്. നമ്മൾ വെയിൽ എപ്പോഴാണ് വന്നതെന്ന് നോക്കി അങ്ങനെ അത്രയും ദിവസം നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും കൊക്കോ മുളച്ചു തുടങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ കൊക്കോ പറിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ദേ ഇന്ന് രാവിലത്തെ ആദ്യത്തെ ട്രിപ്പ് പാട്ടപ്പുറത്ത് കൊണ്ടുവന്ന് നിരത്തി വെച്ചേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഉണങ്ങിയെടുക്കാൻ ഒരുപാട് സമയം വരും കേട്ടോ. അപ്പോൾ അതെല്ലാത്തിൻ്റെ ഒരു ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കുറച്ച് പറ്റും പോലെയുള്ള വീഡിയോകളൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പറ്റ കനം കുറച്ചുമല്ല, എന്നാൽ നല്ല കനത്തിലും അല്ലാതെ ഒരു മീഡിയം ഇതിൽ ഞാനെല്ലാം തന്നെ കൊക്കോ നിരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 അടുപ്പത്തും തീ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ കൂടെ ഇങ്ങനെ വെള്ളം വലിഞ്ഞ് ആവി പൊക്കോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ വിറകൊക്കെ നമ്മൾ ഈ പച്ചയൊക്കെ ഒരു പകുതിയൊക്കെ ഉണക്കമുള്ള വിറകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. അതൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്നങ്ങാണ്ട് ചെറിയ ഒരു കത്തലോട് കൂടി അങ്ങനെ ഇരുന്നതാവും കേട്ടോ. അപ്പോൾ ഉള്ളതിൽ കട്ടിയും കനമൊക്കെ ഉള്ള വിറകൊക്കെ നോക്കി കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെയാണ് കൊക്കോ ഉണക്കിയെടുക്കാറ്.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂട് കയറിയതിന് ശേഷം ഒന്ന് ഇളക്കിയെങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തോരം കൊക്കോ ഉണങ്ങാനുണ്ടായിരുന്നു, അതും കൂടെ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഈ പുറത്ത് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വലിച്ച് വാരിയിട്ടേക്കണേ 2 മടക്കാക്കിയിട്ട് പടതങ്ങൾ മടക്കി വെച്ചു എന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ അകത്തിന് അത്യാവശ്യം നന്നായിട്ട് കൊക്കോ ഉണ്ട് കേട്ടോ. വലിയ പടുതയായിരുന്നു, അപ്പോൾ ഒരു പടുത നിറച്ചും കൊക്കോ ഉണ്ട്. മഴ ഇവിടെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മളെ കോഴികളൊക്കെ അത് ചക്കയൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. ചക്കയൊന്നും വെട്ടിയിരിഞ്ഞ് വേവിക്കാനോ നമുക്കൊന്നിനും സമയമില്ല കേട്ടോ. കാരണം ഇത്രയും കൊക്കോ ഉള്ളപ്പോൾ കൊക്കോടെ പണി തന്നെയുള്ളൂ കേട്ടോ, ഇഷ്ടം പോലെ. പിന്നെ ഒരു പടുതയ്ക്കകത്തുണ്ട്, ഇത് നേരത്തെ വെയിലത്തിടാത്തതാണ് കേട്ടോ. അപ്പോൾ മഴ വരുമെന്ന് വിചാരിച്ച് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ എടുത്തു വയ്ക്കാൻ പാടായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കൊക്കോ ഉണ്ട്. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കൊക്കോ അടുപ്പത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. ആ ഒരു സമയത്താണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ തീ കുറച്ച് വെക്കും കേട്ടോ. തീ കുറച്ച് വെക്കുമെന്ന് വെച്ചാൽ വിറക് നമ്മൾ അങ്ങനെ അത്ര വെക്കില്ല, കനലൊക്കെ ഉള്ളതല്ലോ. അപ്പോൾ ആ കനൽ പുറത്തിരുന്ന് കണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് ചെറിയ ചൂട് തട്ടിയിട്ട് വേണം ഉണക്കിയെടുക്കാനായിട്ട്. നന്നായിട്ട് തീ കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വേണം ഇനി ഇതൊന്ന് ഉണക്കിയെടുക്കാനായിട്ട്. ഫുൾ ഉണക്കിലല്ല കേട്ടോ വാരി വെക്കുന്നത്. ഒരു 1/4 ഉണക്കായി കഴിയുമ്പോൾ നമ്മളിത് വാരിയിട്ട് ചൂടാറാനായിട്ട് വെക്കും കേട്ടോ. അങ്ങനെ അതേ 1/4 ഉണക്കായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വാരി വെക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഉണക്കാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് വെയിൽ വരുന്ന സമയത്ത് നമുക്ക് പുറത്ത് കൊണ്ടുപോയി വെയിലത്ത് വെച്ച് ഉണക്കുമോ, അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കൊക്കോയും വെള്ളം വലിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടെ ഇട്ടുകൊണ്ട് ഒന്ന് ചൂടാക്കി ഇങ്ങോട്ട് ഉണക്കിയെടുക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചാണ് ഒരു 1/4 ഉണക്കാക്കി കഴിയുമ്പോൾ തന്നെ ഇത് വാരി വെക്കുന്നത്. അങ്ങനെ ഒരു തുണിയുടെ പുറത്തോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചാക്കിൻ്റെ പുറത്തോ ഒക്കെ ആക്കിയിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നിരത്തി വെക്കും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ എന്നും ചെയ്യാറ്. വിയർപ്പ് പെട്ടെന്ന് തട്ടും. നമ്മളിപ്പോൾ നിലത്തൊക്കെ ഇട്ടുങ്ങാണ്ട് ഉണക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്ന് വിയർത്തിട്ട് ആവിച്ച് വിയർത്ത് പിന്നെ ഒന്നും കൂടെ വെള്ളമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് തുണിയുടെ പുറത്തൊക്കെ ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. നമുക്ക് ഈ കൊക്കോ ഉണക്കൽ മാത്രമല്ല അടുക്കളയിൽ വേറെ പണികളില്ല. ഇപ്പോൾ തുണിയൊക്കെ ഇതേ മഴ ഇല്ലാത്ത സമയം നോക്കി കല്ലിലൊക്കെ അലക്കിങ്ങാണ്ട് ഉണക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചേക്കണയാണ് കേട്ടോ. ഇപ്പോൾ അതേ ആദ്യത്തെ ട്രിപ്പ് വെള്ളമൊക്കെ വലിഞ്ഞ കൊക്കോ ഞാൻ എടുത്ത് തറയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതവിടെ പയ്യെ അവിടെ ഇരുന്നെങ്ങാണ്ട് ശരിക്കും ഒന്ന് തണുത്ത് വന്നിട്ട് വേണം കേട്ടോ നമുക്കത് വേറൊരു ചാക്കിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട്. അങ്ങനെ അതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞത് അടുത്ത ട്രിപ്പ്, രണ്ടാമത്തെ ട്രിപ്പ് കൊക്കോ കൊണ്ടുവന്നിട്ടേക്കണെയാണ് കേട്ടോ. അടുപ്പിലിപ്പോൾ നല്ല തീയുണ്ട്, കാരണം ഇത്രയും നേരം 3-4 മണിക്കൂറൊക്കെ ഇരുന്ന് തീ കത്തുമല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തീയുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്കൂടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു മുട്ടി കിട്ടി. അപ്പോൾ ആ ഒരു മുട്ടി ഞാൻ കൊണ്ടുവന്ന് അടുപ്പത്തേക്ക് വെച്ചതാണ് കേട്ടോ. ഇച്ചിരി കട്ടിയുള്ളതൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വിറക് വെച്ചെടുക്കാൻ നിൽക്കേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കട്ടിയുള്ളതൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത്.
രാവിലെ തൊട്ടുള്ള കൊക്കോ ഉണക്കൽ കഴിഞ്ഞത് ഈ പടതയിൽ ഞങ്ങൾ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണക്കി 2-3 ട്രിപ്പൊക്കെ ഉണക്കിയപ്പോഴത്തേക്കും ഇത് പകുതി ആയിട്ടുണ്ട്. ഇനി ബാക്കി നാളത്തേക്കാണ് കേട്ടോ. ഇപ്പോൾ രാത്രിയൊക്കെ ആയിട്ടുണ്ട്. രാത്രിയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. മറ്റേ ഈ പടതയ്ക്കകത്ത് ഇരുന്ന് അനങ്ങിയിട്ട് പോലും ഇല്ല കേട്ടോ. ബക്കറ്റിലൊക്കെ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് പുറത്ത് തീയിട്ടില്ല കേട്ടോ. വൈകുന്നേരം അകത്ത് മാത്രമേ തീയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രിയിലുള്ള ഒരു അടുപ്പത്തുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. രാത്രി വരെ നമ്മൾ കൊക്കോ ഉണക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കുള്ള നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കൂടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ രാത്രി ആയി കഴിഞ്ഞപ്പോഴേ കുറച്ച് മഴയ്ക്ക് സമാധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തടുപ്പിൽ തീ കത്തിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് രാത്രി ഒരു ട്രിപ്പ് നമ്മൾ കുറച്ച് നേരമൊക്കെ തീ കത്തിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ ചൂടത്തിരുന്നും കണ്ട് നേരം വെളുക്കുമ്പോഴത്തേക്കും ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് ശരിക്കും ഉണങ്ങിയിരുന്നോളൂ എന്ന് വിചാരിച്ചാണ് കേട്ടോ രാത്രി ആയി കഴിഞ്ഞപ്പോൾ തീയിട്ടത്. അങ്ങനെ ഇത് തീ നന്നായിട്ട് കത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പാട്ടടപ്പത്തേക്ക് വെച്ചു. ഇനി ഇവിടെ ഒരു ട്രിപ്പും കൂടെ കൊണ്ടുവന്നിടാണ് കേട്ടോ. തീ നല്ലപോലെ കത്തുന്നുണ്ട്. ആദ്യം തന്നെ ശരിക്കും കനലുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു 5-6 ചിരട്ടയൊക്കെ ഇട്ടു കേട്ടോ. ചിരട്ടയും ചകിരിയും എല്ലാം കൂടെ വെച്ചിട്ടാണ് കേട്ടോ തീയാക്കി കത്തിക്കുന്നത്. പിന്നെ നമ്മുടെ പാട്ട ചൂടായതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കൊക്കോയും കൂടെ കൊണ്ടുവന്നെങ്ങാണ്ട് ഇടണം കേട്ടോ. അപ്പോൾ ഒരു ബക്കറ്റ് കൊക്കോ ഇവിടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ വിറക് കൊക്കോ ഉണങ്ങാനും നമ്മൾ അടുക്കളയിൽ ആവശ്യത്തിനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ലോഡ് വിറക് ഇറക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. വിറക് ഇറക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം നമുക്കതിനുള്ള എല്ലാത്തിനുള്ള സമയമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഉള്ള സമയത്തിനനുസരിച്ച് ഇതൊക്കെ അങ്ങ് ചെയ്ത് വെച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 2 അടുപ്പിലും തീ കത്തിച്ചിങ്ങാണ്ട് കൊക്കോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. രാത്രിയിലുള്ള ഒരു ഇതാണ് കേട്ടോ ഇത്. അടുക്കളയൊക്കെ എപ്പോഴും ചീഞ്ഞായിട്ട് കിടക്കുള്ളൂ. നമ്മൾ എത്ര നന്നാക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാലും വീടിൻ്റെ അകം മൊത്തം പുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പെരയ്ക്കകത്ത് ഇട്ടേക്കുന്ന കൊക്കോ ഒന്ന് ഇളക്കി റെഡിയാക്കി വരുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി പുറത്തുള്ള കൊക്കോ ഒന്ന് ഇളക്കി അതിൻ്റെ തീയൊക്കെ കത്തിച്ച് അപ്പോഴത്തേക്കും അകത്തുള്ളത് നോക്കാനാകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഒരു പണിക്കൊന്നും സമയം ഉണ്ടാവില്ല. പിന്നെ ഉള്ള സമയത്തിനനുസരിച്ച് ഉള്ള എല്ലാം ചെയ്ത് ഒപ്പിക്കും കേട്ടോ. അപ്പോൾ മഴക്കാലമായ ഈ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമുക്ക് കൊക്കോ ഉള്ള സമയത്ത് ഇപ്പോൾ അത്യാവശ്യം കൊക്കോയുടെ സീസണുമാണ്. അത്യാവശ്യം കൊക്കോ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കൊക്കോ ഉണക്കിയെടുക്കാറ്. അങ്ങനെ വീണ്ടും 1 മണിക്കൂറിന് ശേഷം ഈ അകത്തുള്ള കൊക്കോ നമുക്ക് ഇറക്കി വെക്കാറായിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് കൊക്കോ ഇടണം കേട്ടോ. കാരണം ഇനി നമ്മളൊരു ട്രിപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഇന്ന് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറൊരു ട്രിപ്പ് ഇടില്ല. കാരണം അതിനുള്ള സമയവും ഇല്ല. ഇപ്പോൾ തന്നെ 7:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അകത്തുള്ള കൊക്കോ ഇറക്കി അടുത്ത ട്രിപ്പ് കൊക്കോ ഇട്ടിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി വന്നേക്കുന്നത്. അപ്പോൾ അതേ പുറത്ത് വന്നപ്പോൾ നല്ല ഇരുട്ടല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ പുറത്ത് ഇങ്ങനെ എന്തിൻ്റെ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇളക്കാനായിട്ട് വന്നതാണ് കേട്ടോ. പുറത്തുള്ള കൊക്കോയും നമുക്ക് കോരി എടുക്കാറായിട്ടുണ്ട്. നമ്മൾ കൂടെ ഇളക്കിങ്ങാണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ തീയൊക്കെ കത്തിച്ചിങ്ങാണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരു ട്രിപ്പ് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ ഒരു അനക്കം കേട്ടുങ്ങാണ്ട് നോക്കിയതാണ് കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു എലിയായിരുന്നു, വലിയ പന്നി എലിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൊബൈലിൻ്റെ വെട്ടടിച്ചപ്പോൾ തന്നെ ഫ്ലാഷ് ലൈറ്റ് കണ്ടപ്പോഴത്തേക്കും അതോ ഇറങ്ങി ഓടി കേട്ടോ. നല്ല ഇരുട്ടാണ് കേട്ടോ. ഈ കൂരി ഇരുട്ടത്താണ് കേട്ടോ പുറത്തിരുന്നുകൊണ്ട് കൊക്കോ ഉണക്കുന്നത്. അങ്ങനെ 2 അടുപ്പത്തും പാട്ടപ്പുറത്തിട്ടിരുന്ന കൊക്കോയൊക്കെ ഉണങ്ങിയത് വാരിയെടുത്തു, പച്ചയിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തീ കത്തിച്ച് വേഗം ഒന്ന് വെള്ളമൊക്കെ പറ്റിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് തീയൊന്നും കത്തിക്കുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം ഇരിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല കേട്ടോ. കാരണം രാവിലെ തൊട്ടേ വൈകുന്നേരം വരെ ഈ പുകയടിച്ച് കണ്ണിനും തലയ്ക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും കേട്ടോ. കണ്ണൊക്കെ ചുമന്ന് തലവേദനയാണെങ്കിൽ പറയണ്ട. അപ്പോൾ രാത്രി ചോറുന്നലൊക്കെ കഴിഞ്ഞ് ഒരു 10 മണി കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അടുപ്പിൽ നല്ല ചൂടുണ്ട്, നല്ല കനലും ഉണ്ട് കേട്ടോ. വിറക് വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചൂടത്തിരുന്ന് കണ്ടിന് രാവിലെ ആകുമ്പോഴത്തേനും ഈ കൊക്കോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണങ്ങും കേട്ടോ. ഇതുപോലെ തന്നെയാണ് പുറത്തെ അടുപ്പത്തും ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി രാവിലെ എണിച്ചിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എണിച്ചപ്പോൾ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാത്രിയിലെ പണിയൊക്കെ കഴിഞ്ഞ് രാവിലെ എന്ത് ചെയ്താൽ എണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എണിച്ച് വന്ന് ഒരു 6:45 ആയി കഴിഞ്ഞ് രാവിലെ തന്നെ തട്ടിന് തീ വയ്ക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാത്രി തലേദിവസം ഇട്ടായിരുന്ന കൊക്കോയാണ്. അത്യാവശ്യം വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 3/4 ഉണക്കേ ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോഴും പാട്ടയ്ക്ക് ചെറിയ ചൂടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിലത്തിട്ടിട്ടാണ് സാധാരണ ഉണക്കാറ്. ഇപ്പോൾ വെയിലില്ലാത്ത സമയത്ത് അടുപ്പത്ത് തന്നെ വെച്ചിട്ട് ഉണക്കും കേട്ടോ. എല്ലാം ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് ഒന്നും കൂടെ എല്ലാം നന്നായിട്ട് ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പച്ച തന്നെ ശരിക്കും ഒന്ന് ഉണക്കി 3/4 ഭാഗമാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും മുളച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് ഉണക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ മുളക്കൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ആക്കി വെക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ അകത്ത് അടുപ്പത്തിട്ട കൊക്കോയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് പുറത്തുള്ള കൊക്കോയും കൂടെ ഒന്ന് പോയി നോക്കണം. അത് രണ്ടും കൂടെ വാരിയിട്ട് വേണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാനായിട്ട്.
പിന്നെ അടുപ്പ് നിറച്ച് ചാരമുണ്ട്. അപ്പോൾ അതൊക്കെ കോരി ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ അടുത്ത ട്രിപ്പ് കത്തിക്കാനായിട്ട്. അങ്ങനെ അതേ പുറത്ത് കൊക്കോ നോക്കാനായിട്ട് പുറത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ശരിക്കും വെട്ടമൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ ഇന്നലെ പന്നിയലി ഓടണ സൗണ്ട് കേട്ടത് നോക്കിയതൊക്കെ. അങ്ങനെ നമ്മൾ പുറത്തിട്ടിറന്ന കൊക്കോ ഉണ്ടല്ലോ അത്യാവശ്യം ഉണക്കായിട്ടില്ല കേട്ടോ. വെള്ളം മാത്രമേ ഇങ്ങ് വലിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ മഴ രാത്രി പെയ്യണോണ്ട് തന്നെ ചെറിയൊരു തണുപ്പൊക്കെ അടിക്കുന്നുണ്ട്. അത്ര ശരിക്കും നന്നായിട്ട് ഉണങ്ങിയില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് വാരി എടുത്തുങ്ങാണ്ട് ഇത് തന്നെ ഒന്നും കൂടി അടുപ്പത്തിട്ടുങ്ങാണ്ട് ഉണക്കിയെടുക്കണം കേട്ടോ. പിന്നെ അത് വിറകൊക്കെ അങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു ലോഡ് വിറക് ഇറക്കി കഴിഞ്ഞാൽ 1200 രൂപയ്ക്ക് ആകുള്ളൂ കേട്ടോ. അത് നമുക്ക് ഒരുപാട് പ്രാവശ്യം കൊക്കോ ഉണങ്ങാനാണെങ്കിലും അടുപ്പ് കത്തിക്കാനാണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് വിറക് എന്തോരം വേണമെങ്കിലും കത്തിക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ കൊക്കോ വാരിയും കണ്ട് മാറ്റാനുള്ള ചാക്കൊക്കെ അതേ ടേബിളിൻ്റെ പുറത്ത് ആണ് കേട്ടോ. പുറത്ത് അടുക്കളയിലാണ് അതിനുള്ള സെറ്റപ്പൊക്കെ കേട്ടോ. അപ്പോൾ അവിടെയാണ് എല്ലാ കൊക്കോയും വാരി വയ്ക്കാറ്. അപ്പോൾ അടുപ്പത്തുള്ള തട്ടുംപുറത്തുള്ള കൊക്കോ വാരി മാറ്റുന്നതാണ് കേട്ടോ. ഇനി ഇത് വാരി മാറ്റിയിട്ട് വേണം നമുക്ക് അടുക്കളയിലുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത ട്രിപ്പ് കൊക്കോ ഇടാനായിട്ട്. അങ്ങനെ ദേ അകത്തും പുറത്തും ഉണക്കാനിട്ടായിരുന്നേ പാട്ടയുടെ പുറത്തിരുന്ന കൊക്കോ ഇത് വാരി ചാക്കിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടൊന്നുമില്ല, പക്ഷേ എങ്കിലും വാരി നിരത്തി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് വേർത്ത് ഇതായി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നിരത്തി വെക്കുന്നത്. ഉണക്കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എടുത്തു വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വെയിലുള്ളപ്പോൾ ഇനി വെയിലത്തിട്ട് ഉണക്കുമോ, അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പച്ച ഉണക്കി കഴിഞ്ഞിട്ട് അടുപ്പത്തിട്ട് ഉണക്കും. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ നിരത്തി വെക്കുന്നത്. ഇനിയിപ്പോൾ ഈ തട്ട അവിടെ നിന്ന് മാറ്റണം. പിന്നെ അത് കഴിഞ്ഞ് കല്ലൊക്കെ ഇറക്കി വെച്ച് ഞാൻ അടുപ്പം തറയൊക്കെ നന്നാക്കിയിട്ട് വേണം ഉച്ചക്കത്തേക്ക് ചോറും കറികളൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി അടുത്ത കൊക്കോ ഉണക്കണത്. ഇന്ന് രാവിലെ എണീക്കാൻ താമസിച്ചതുകൊണ്ട് തന്നെ എല്ലാത്തിനും താമസമുണ്ട് കേട്ടോ. രാവിലെ ചായയും കടിയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കൊക്കോ വാരി നിരത്തിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊക്കെ നന്നാക്കിയിട്ട് വേണം ഇനി എല്ലാ പണിയും ചെയ്യാനായിട്ട്. ഇപ്പോൾ കൊക്കോ ഉണങ്ങാനുണ്ടാകുന്ന എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ രാവിലെ നേരത്തെ എണീച്ചങ്ങാണ്ട് എല്ലാം റെഡിയാക്കിയിട്ട് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തട്ടടുപ്പത്തേക്ക് വെച്ച് കൊക്കോ ഇട്ട് ഉണക്കി തുടങ്ങും കേട്ടോ. നല്ല മഴയൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതേ തട്ടിറക്കിയ സമയത്ത് അടുപ്പിലേക്ക് 1-2 എണ്ണമൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടേക്കായിട്ട് ചാടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെറുക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കല്ല് ഇവിടെ നിന്ന് മാറ്റി വെക്കണം. എന്നിട്ട് വേണം അടുപ്പം തറയൊക്കെ അടിച്ച് കളഞ്ഞിട്ട് വേണം കഞ്ഞിക്ക് വെള്ളം വെക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായയും കടിയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഗ്യാസിലും പിന്നെ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തേക്കുള്ളത് അടുപ്പത്തും റെഡിയാക്കിയാൽ രണ്ടും കൂടി ഒരുമിച്ചാവുമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ചുവാരലും തുടക്കലും തുണി അലക്കലും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിലാണെങ്കിലും ചെയ്യാമല്ലോ. കൊക്കോ തട്ടിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ പണികളൊക്കെ ചെയ്ത് വെക്കാമല്ലോ. അത് വിചാരിച്ചാണ് കേട്ടോ. ഇനി വേഗം തന്നെ തട്ടൊക്കെ ഇറക്കി വെച്ച് കല്ലൊക്കെ റെഡിയാക്കി ഒന്ന് അടിച്ചു വാരി എന്നിട്ട് വേണം കേട്ടോ കഞ്ഞിക്ക് വെള്ളം വെക്കാനായിട്ട്. പിന്നെ ആ പണികളൊക്കെ നോക്കട്ടെ കേട്ടോ. ഫ്രണ്ടിലിരുന്ന 3 കട്ട മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ചോറും കറിയൊക്കെ ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കൊക്കോ പോക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലിരുന്ന കട്ട മാത്രമേ മാറ്റിയുള്ളൂ. അത് കഴിഞ്ഞ് അടുപ്പം തറയൊക്കെ അടിച്ച് നന്നാക്കി ഒരു കലം കുടിക്കാൻ വെള്ളം തിളപ്പിച്ചു. അത് കഴിഞ്ഞ് അരിയും കൂടെ അടുപ്പത്തേക്ക് ഇട്ടിട്ടോ. ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും കൂടെ ഉള്ള ചോറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി പയർ തോരൻ വെക്കണം, തക്കാളിയൊക്കെ ചാറ് വെക്കണം. പിന്നെ എന്ത് രാവിലെ നിന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടാണ് കേട്ടോ. പുട്ടും ഇപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് അവസാനത്തെ കുറ്റിയും കൂടെ അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അതും അങ്ങനെ വെന്തു. ഇനി ഇവിടേക്കൊന്ന് കഴുകി തുടച്ച് നന്നാക്കി എടുക്കണം. ചായയും തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും പഴമാണ് കേട്ടോ കഴിക്കാൻ. ഇന്നലെ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചക്കപ്പഴമാണ് കേട്ടോ. മുറിക്കാൻ നേരമായി കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അതങ്ങനെ വച്ചേക്കാണ് കേട്ടോ. പിന്നെ ഒരു ദിവസം കൂടി ഇരിക്കുവാണെങ്കിൽ അത്രയും കൂടെ പഴുക്കൂല നിർത്ത് മുറിക്കാതെ വച്ചതാണ് കേട്ടോ. പിന്നെ ഇത് രാവിലെ അവന് സ്കൂളിൽ പോകാറായിട്ടുണ്ട്. കൊച്ചിനെ സ്കൂളിൽ വിടാനായിട്ട് അവന് സ്നാക്സും വെള്ളമൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഇപ്പോൾ സമയം 8 മണിയൊക്കെ ആവണുള്ളൂ കേട്ടോ.
കൊച്ചിൻ്റെ സ്കൂൾ ബസ് വരുന്നത് 8:15 കേട്ടോ. അവനെ ബസ് കയറ്റിങ്ങാണ്ട് വന്നപ്പോഴത്തേക്കും ഇത് വെയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് ആകാശമൊക്കെ നല്ല തെളിഞ്ഞാട്ടോ കിടക്കുന്നത്. അത് കണ്ടുകൊണ്ട് ഒരു പറമ്പ് കൊക്കോ ഇവിടെ പച്ച ഉണങ്ങാത്തതാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇപ്പോൾ വെയിലത്ത് ഉണങ്ങുവാണെങ്കിൽ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഈ സൈഡിലിരിക്കുന്നത് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഇന്നലെ ഞാൻ അതിൻ്റെ നിന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഇനിയിപ്പോൾ ഇന്ന് പകലും കൂടെ നമുക്ക് തീ കത്തിച്ച് ഉണങ്ങാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ സൈഡിൽ വെള്ളം വരാൻ വേണ്ടിയിട്ട് ചാക്കി കെട്ടി വെച്ചേക്കണ കൊക്കോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് പുറത്തെ അടുപ്പത്ത് തീ കത്തിക്കാനായിട്ട് അകത്തടുപ്പത്തിൽ നിന്ന് കുറച്ച് കനലും കൂടെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തീ കത്തിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു കനലുണ്ടെങ്കിൽ തന്നെ വിറകൊക്കെ പെട്ടെന്ന് കത്തും കേട്ടോ. മഴയാണെന്ന് ഓർത്തിട്ടൊന്നും കുഴപ്പമില്ല. നല്ല ചൂടായിട്ടിരിക്കുന്ന അടുപ്പല്ലേ എപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മണ്ണിനും അടുപ്പിനൊക്കെ നല്ല ചൂടാട്ടോ. അതുകൊണ്ട് തന്നെ വേഗം ഒന്ന് കത്തും കേട്ടോ. അപ്പോൾ ചെറിയൊരു കനലെടുത്തുകൊണ്ട് വന്നെങ്ങാണ്ട് 2 ചകിരിയും വെച്ചെങ്ങാണ്ട് അതൊന്ന് ഓടി തീയായിട്ട് കത്തിച്ചു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് വിറക് കത്തി തുടങ്ങുമ്പോൾ തന്നെ പാട്ട വെച്ചെങ്ങാണ്ട് പാട്ട ചൂടായതിന് ശേഷമാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിടുന്നത്. ഈ സമയത്തൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല. മഴ പ്രതീക്ഷിക്കാത്ത മഴയായതുകൊണ്ട് തന്നെ എല്ലാ കൊക്കോയും കൂടെ ഒന്നും വാരി വെയിലത്തേക്ക് ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്തേക്ക് ഇടാനുള്ളത് ബക്കറ്റിൽ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ 2 വലിയ ബക്കറ്റിലും പകുതി ഇരിപ്പുണ്ട് കേട്ടോ. ആ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ഇടാനേ ഉള്ളൂ കേട്ടോ ഒരു ട്രിപ്പിൽ. രാവിലത്തെ വെട്ടം വെളിച്ചം വെയിലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം വരെ മഴയാണെന്ന് ഓർത്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ കാറൊക്കെ കയറി തുടങ്ങുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പല സാധനങ്ങളും വരും കേട്ടോ. ഇതിൻ്റെ വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതേ രാവിലത്തെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. രാവിലത്തെ ചായ കുടിച്ച് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ട്. പിന്നെ ഇതേ ചോറും കറിയൊക്കെ ആയി അതിൻ്റേതൊക്കെ കഴുകാനുണ്ട് കേട്ടോ. എല്ലാം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അതിൻ്റെ വേസ്റ്റും കളഞ്ഞിട്ടില്ല, പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു സമയത്തിന് തന്നെ മുമ്പ് 2 അടുപ്പത്തും തീയാക്കിയിട്ട് തട്ട് വെച്ചെങ്ങാണ്ട് കൊക്കോയും കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ അകത്ത് ഒരു ട്രിപ്പ് ഇട്ടു, പുറത്തൊരു ട്രിപ്പ് ഇട്ടു കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് തീ കത്തിക്കും വേണം, അതിൻ്റെ ഇടയിൽ അത് ഇളക്കുകയും വേണം. പിന്നെ നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണക്കമീൻ ഉച്ചക്കത്തേക്ക് പൊരിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് കഴുകി വെച്ചേക്കണേയാണ് കേട്ടോ. ഇനി അത് പൊരിക്കണം. ചോറായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പയർ തോരനും വെച്ചു കേട്ടോ. പിന്നെ തക്കാളിക്കയും മീനും കൂടി ഇട്ട് ചാറും വെച്ചു. ഇനി ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകണം. ചോറും കറിയൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് കഞ്ഞിക്കല ഞാൻ ഒഴിവാക്കിയിട്ടോ. കാസറോളിലേക്ക് ഇട്ട് വെച്ചങ്ങാണ്ട് കഞ്ഞിക്കല ഒഴിവാക്കി. ഇന്നതൊക്കെ കഴുകി നന്നാക്കണം. പിന്നെ അതേപോലെ തന്നെ കറിയും തോരനും ഒക്കെ ഉണ്ടാക്കി ചട്ടിക്കൊക്കെ കരിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പാത്രമൊക്കെ മാറ്റിയിട്ട് ഇനി അതൊക്കെ ഒന്ന് കഴുകി നന്നാക്കണം. അടുപ്പും കറിയൊക്കെ നന്നാക്കണം. ചോറും കറിയൊക്കെ ഉണ്ടാക്കി നല്ലാതെ അവിടെ നിന്ന് വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അടിച്ചു വാരണം, തുടയ്ക്കണം, തുണി അലകാനും എല്ലാത്തിനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ പുറത്ത് കൊക്കോയെ ഇളക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് വെയിലത്തേക്ക് വെച്ചേക്കണേ കൊക്കോ ഇതവിടെ വെയിലൊക്കെ മൂടിപ്പോയി കേട്ടോ. 3/4 ഭാഗം ഉണക്കാക്കിയിട്ട് തലേ ദിവസം വെച്ചേരുന്ന കൊക്കോയൊക്കെ ഞാൻ ചെറിയ ചാക്കി കൂടെ ആക്കിയിട്ട് കനം കുറച്ച് നിരത്തിയേക്കാണ് കേട്ടോ. വെയിൽ തട്ടി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ വെയിൽ മൂടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കൊക്കോയൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് മഴയുടെ വരവനുസരിച്ചൊക്കെ നമുക്ക് കൊക്കോയൊക്കെ വാരി എടുത്ത് വെക്കണം കേട്ടോ. കാരണം ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ പിന്നെ എന്നാണെങ്കിൽ അത് ഒരൊറ്റ കട്ടയായിട്ട് മാറും കേട്ടോ. അപ്പം ഇപ്പോൾ വെള്ളമൊക്കെ ഇല്ലാണ്ട് വെള്ളം വലിച്ച് ഉണക്കി വെച്ചേക്കണേ. അപ്പോൾ ഇനി അതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം ചാടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കട്ടയായി പോകും കേട്ടോ. ഈ കൊക്കോയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കുറച്ച് വെള്ളമാണെങ്കിലും അത് കുഴഞ്ഞ് കെട്ടിയിരിക്കും. നമ്മളിപ്പോൾ വെള്ളം ഉള്ള ചാക്കിലേക്ക് ഇട്ടാലും മതി അത് കുഴഞ്ഞ് കെട്ടിയിരിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ എടുത്ത് വെക്കാനും ഇത് മാറ്റാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ കൊക്കോയും ഇളക്കി കൊടുത്തിട്ട് അകത്തുള്ള കൊക്കോയും ഇളക്കിയിട്ട് വേണം ഇനി വെയിലത്ത് വെച്ചേക്കുന്ന കൊക്കോയൊക്കെ ഒന്ന് വാരി എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇത് 2 ദിവസമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു 3/4 ഭാഗം വരെ ഉണക്കി വെച്ചേക്കണം കൊക്കോയാണ് കേട്ടോ. ഈ വെയിലത്തേക്ക് വെച്ചേക്കണതൊക്കെ വെയിൽ കണ്ടുകൊണ്ട് വെയിലത്ത് വെച്ചതാണ്. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വെയിലത്ത് വെച്ച് അടുപ്പത്ത് വെച്ച് ചൂടാക്കാത്ത കൊക്കോ. പിന്നെ അത്രയും കൂടെ പച്ച ഇരിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഉണക്കിയതാണ് കേട്ടോ. അപ്പോൾ അത്രയും പച്ച ഇന്നും കൊണ്ട് ഉണക്കി തീർക്കണം. അപ്പോൾ ഇത് മൊത്തം തലേ ദിവസം 2 ദിവസത്തെ കൊക്കോ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് ഉണക്കിയെടുത്തേക്കണ കൊക്കോയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഉണക്കം മാറ്റത്തിനനുസരിച്ച് നമ്മൾ ഒരേ പടുതിക്കകത്താണ് കേട്ടോ ഇടാറ്. അപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്നുള്ളതിൽ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാരി വെക്കണം.
അങ്ങനെ അതേ പുറത്തിട്ടിരുന്ന കൊക്കോയും കുറച്ചൊക്കെ വെള്ളം വലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അകത്തിട്ട കൊക്കോയും കുറച്ച് വെള്ളമൊക്കെ വലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് കൂടെ ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് ആവും കേട്ടോ. അതിൻ്റെ ഇടയിൽ പാത്രമൊക്കെ കഴുകി സ്ലാബൊക്കെ തുടച്ച് വൃത്തിയാക്കി കേട്ടോ. പെരയൊക്കെ അടിച്ചിട്ടുണ്ട്. ഉച്ചക്കത്തേക്ക് ഊണ് കഴിക്കാനുള്ളതൊക്കെ ഞാൻ നേരെ ടേബിളിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചു കേട്ടോ. കാരണം കൊക്കോ എടുക്കുന്നതും അടുപ്പത്ത് നിന്ന് എടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ സ്ലാബിൻ്റെ പുറത്തേക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ചോറും കറിയൊക്കെ ടേബിളിൻ്റെ പുറത്തേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ അത് ഇത്രയും കൊക്കോ ഉണ്ട് കേട്ടോ വെയിലത്തേക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി മഴ പെയ്യുന്നുണ്ടോ നോക്കിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വണ്ടിയുടെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ നല്ല വെയിൽ തോന്നി കണ്ട് അങ്ങോട്ടേക്കും എടുത്ത് വെച്ചു കേട്ടോ കൊക്കോ. പിന്നെ ഇത് കൂടാണ്ട് ഇതേ അയൽവക്കത്തെ വീട്ടിലും കൊണ്ടുപോയി മുറ്റത്ത് കൂടെയൊക്കെ കൊക്കോ ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വെയിലുള്ള ഭാഗത്തെ കൂടെയൊക്കെ കൊക്കോ നിരത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിലത്തെ വീട്ടിലും മുറ്റത്തൊക്കെ കൊണ്ടുപോയി കൊക്കോ ഇട്ടേക്കുവാണ് കേട്ടോ. അവിടുത്തെ മുറ്റത്ത് അത്യാവശ്യം നന്നായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലുണ്ടാകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇട്ടേക്കണേ അങ്ങനെ. അപ്പോൾ 2 ദിവസത്തെ കൊക്കോയാണ് കേട്ടോ. 2 ദിവസം നിന്ന് അടുപ്പത്ത് വെച്ച് ഉണക്കിയെടുത്തേക്കണ കൊക്കോയാണ് കേട്ടോ ഇത്. അപ്പോൾ അതേ മഴക്കാർ കയറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി വാരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുകളിലേക്ക് കയറി വന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ സൈഡിൽ നിന്ന് വാരി എടുത്ത് വെക്കിയിട്ട് അപ്പോഴത്തേക്കും മഴ പെയ്യും. അത്രയും മഴക്കാർ കയറിയിട്ടുണ്ട്. മഴക്കാറ് കയറുന്ന കണ്ട് തന്നെ അതേ കൊക്കോ എല്ലായിടത്തിലും കൊക്കോ അതേ മുകളിലത്തെ വീട്ടിലാണ് കേട്ടോ മുറ്റത്ത് കൊണ്ട് കൊക്കോ ഇടുന്നത്. അപ്പോൾ എല്ലായിടത്തിലും കൊക്കോയും വാരി തീർന്നപ്പോഴത്തേക്കും ഇതേ മഴ അത്യാവശ്യം നല്ല മഴ തന്നെയാണ് കേട്ടോ. മുൻസികളിലൊന്നും ഇല്ലാണ്ട് തന്നെ ടൈപ്പുള്ള മഴകളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വെയിൽ തെളിയും. അത് കഴിഞ്ഞ് വീണ്ടും മഴ പെയ്യും കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം മഴ പെയ്തും കണ്ട് അത് കഴിയുമ്പോൾ തന്നെ വീണ്ടും ചിലപ്പം വെയിൽ തെളിയും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു മഴ പെയ്തു കേട്ടോ. ആ ഒരു മഴ പെയ്തു മാറിക്കഴിഞ്ഞ് മുറ്റത്തുള്ളൊക്കെ വെള്ളമൊക്കെ വലിഞ്ഞപ്പോഴത്തേക്കും ഇതേ അടുത്ത മഴക്കുള്ള മഴക്കാർ കയറി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി വെയിലൊന്നും ഉണ്ടാകില്ല എന്ന് മനസ്സിലായിട്ടത് മുറ്റത്തെ മുൻവശത്ത് പടതയൊക്കെ കെട്ടി ഷീറ്റൊക്കെ ഇട്ടേക്കണേ ആ ഭാഗത്ത് മഴ പെയ്താൽ നനയാത്ത രീതിയിൽ കൊക്കോയുടെ മുന്നിൽ തന്നെ നിരത്തി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മഴ പെട്ടെന്ന് പെയ്താലും നമുക്ക് കൊക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് ഓടണ്ടല്ലോ, അത് വിചാരിച്ചാണ് കേട്ടോ ഇങ്ങനെ തന്നെ കൊക്കോ ഇട്ടേക്കണത്. 2 സൈഡിലും മുറ്റം ഫുള്ളായിട്ട് കൊക്കോ ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ മാത്രം ഒരു വഴി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കൊക്കോ ഫുള്ളായിട്ട് നിരത്തി കഴിഞ്ഞാൽ നമ്മൾ കൊച്ചുങ്ങൾ മൊത്തം ചവിട്ടിപ്പടുത്തി നാശാക്കി കളയും. മതി അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നടുക്ക് ചെറിയൊരു വഴി ഇട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ 2-3 ദിവസം കൊണ്ട് തന്നെ പച്ചക്കൊക്കോ മൊത്തം ഉണക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3/4 ഭാഗമാക്കി ഉണക്കി വെച്ചേക്കുന്ന കൊക്കോയാണ് കേട്ടോ ഈ ഇരിക്കുന്ന കൊക്കോയൊക്കെ. ഇനി അതൊക്കെ അടപ്പത്തേക്ക് ഇട്ടിട്ട് ചെറിയ തീ കത്തിച്ചും കണ്ട് ചെറിയ ചൂടനെ അങ്ങനെ ഇരുന്ന് ഫുള്ളായിട്ട് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇപ്പോൾ ഈ ആഴ്ചയിൽ മൊത്തം മഴയായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വെയിലൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി നന്നായിട്ട് ഉണക്കിയും കണ്ട് പാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രാവശ്യം അടുത്ത ആഴ്ചയ്ക്കുള്ള കൊക്കോ എടുക്കാനായിട്ട് ചാലക്കുടിക്ക് പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി 2-3 ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആഴ്ചയിൽ നമുക്ക് അടുത്ത ആഴ്ചത്തെ കൊക്കോ ഉണക്കിയാൽ മതിയില്ല. അപ്പോൾ ഈ ആഴ്ചത്തിൽ അടുത്ത ആഴ്ചത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടെ പാടാവില്ല എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഈ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന 3 ചാക്കിലിരിക്കുന്ന കൊക്കോയാണ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത് ഉണക്കി വെക്കാനുള്ളത് താഴെ മുറത്തിലും ചാക്കിലും ഒക്കെ ആയിട്ടിരിക്കുന്ന കൊക്കോയൊക്കെ നന്നായിട്ട് ഉണക്കി വെച്ചേക്കണം. അപ്പോൾ അത് ചൂടാറി കഴിഞ്ഞാൽ അപ്പം തന്നെ കവറിലേക്ക് വാരി വയ്ക്കാനേ ഉള്ളൂ കേട്ടോ. കൊക്കോയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നന്നായിട്ട് തണുത്തിട്ട് ശേഷം മാത്രമാണ് കേട്ടോ പാക്ക് ചെയ്ത് വെക്കാവുള്ളൂ. കാരണം ആ കവറിൻ്റെ അകത്ത് ഇരുന്നങ്ങാണ്ട് അത് വേർത്ത് ആവിച്ച് വീണ്ടും വെള്ളമായിട്ട് വരും കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ കൊക്കോ പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതേ പുറത്തടപ്പത്ത് കൊക്കോ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു മഴ പെയ്ത് മാറിയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യണോണ്ട് തന്നെ നമുക്ക് വെയിലത്തേക്കൂടെ ഒന്നും ഇടയിൽ നടക്കില്ല. അതുകൊണ്ട് ഫുൾ ഉണക്കായിട്ടാണ് കേട്ടോ ഇപ്പോൾ എടുത്ത് വെക്കുന്നത്. പിന്നെ പുറത്തടപ്പത്താകുമ്പോൾ പാട്ടയുടെ പുറത്ത് മാത്രമേ ഇട്ടുകൊണ്ട് ഉണക്കാൻ പറ്റുള്ളൂ. പക്ഷേ അകത്തടപ്പത്താകുമ്പോൾ നമുക്ക് 2 തട്ടായിട്ട് അകത്തടപ്പത്ത് ഉണക്കാനിടാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ കല്ല് വെച്ചതിൻ്റെ ഈ ഇടയ്ക്ക് അടുപ്പിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ ആയിട്ട് കൊക്കോ അത്യാവശ്യം കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കും കേട്ടോ. കാരണം അടുപ്പും തറയ്ക്ക് നല്ല ചൂടല്ലേ, സിമൻറ്റും മറ്റിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പഴുത്തായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കട്ടേൻ്റെ മുകളിൽ പാട്ട വെച്ചെങ്ങാണ്ട് ഉണക്കുമ്പോൾ പാട്ടയുടെ പുറത്തും ഇടും. അതേപോലെ തന്നെ അടുപ്പിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ അടുക്കളയിൽ കൊക്കോ ഇപ്പോൾ ഉണക്കിയെടുക്കുന്നത്. പച്ചയാകുമ്പോൾ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ 3/4 ഭാഗം ഉണങ്ങി വെച്ചേക്കണേ ആകുമ്പോൾ ചെറിയ ചൂട് തട്ടിയും കണ്ട് തന്നെ ഉണങ്ങേണ്ട കൊക്കോ ആയതുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കൂടെ കയറ്റി വയ്ക്കുന്ന സമയത്ത് അടുപ്പിന് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ കൈക്ക് ഇടയ്ക്കിടയ്ക്ക് പൊള്ളലേൽക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല അതിനകത്തേക്ക് ഇടുന്ന സമയത്ത് ഇത് ഓരോന്നൊക്കെ അടുപ്പിലേക്കും ചാടിപ്പോകും കേട്ടോ.
ഇനിയിപ്പോൾ ഇത് ഉണക്കായി കണ്ട് എടുക്കുന്ന സമയത്താണെങ്കിലും തട്ടിൻ്റെ പുറത്തുള്ള കൊക്കോ ആദ്യം വാരി എടുത്തിട്ട് തട്ട് ഇറക്കി കഴിഞ്ഞിട്ട് ഈ സൈഡിൽ കൂടെ ഉള്ളതൊക്കെ എടുത്ത് കഴിഞ്ഞ് അത് മാറ്റിയിട്ടാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇടാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടെ ആദ്യം ഇടും, എന്നിട്ട് തട്ട് വെച്ചിട്ട് തട്ടിൻ്റെ മുകളിലിടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ ഉണക്കിയെടുക്കൽ. എങ്കിലും നമുക്ക് വെയിലില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ. കാരണം നമുക്ക് ജീവിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതമാർഗ്ഗം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ എടുത്തെടുത്ത് ഇപ്പോൾ ഈ പണി അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും എടുക്കുന്ന പണി നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ ഏതൊരു പണി എടുക്കുകയാണെങ്കിലും അത് നമ്മുടെ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഈ അടുപ്പിൻ്റെ സൈഡിൽ നിന്ന് മാറ്റിയെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് ഉണക്കായ കൊക്കോയാണ് കേട്ടോ. പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്കിത് കവറിൽ കെട്ടി വെക്കാനേ ഉള്ളൂ കേട്ടോ. കാരണം ഫുൾ ഉണക്കായ കൊക്കോയാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഒരു അടുപ്പിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നിരത്തി അത് കഴിഞ്ഞ് പാട്ട വെച്ച് മുകളിൽ വിട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവിടെ ഈ അടുപ്പിൽ തീ കത്തുമ്പോൾ സൈഡിൽ കൂടെ ഉള്ളതൊക്കെ അവിടെ ഇരുന്ന് കണ്ട് ചൂടായി നന്നായിട്ട് ഉണങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് 2 ട്രിപ്പ് ഒറ്റയടിക്ക് തന്നെ കോരിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേ രണ്ടാമത്തത് ഇത് മുക്കാൽ ഉണക്കാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ പച്ച കൊക്കോയൊന്നും ഉണക്കാനില്ല, ഇനി അടുത്ത ആഴ്ചയിലേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 3 ദിവസം കൊണ്ട് പച്ച ഉണക്കിയെടുത്തത് 2 ദിവസം കൊണ്ട് ബാക്കി കൂടെ ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒരു 5 ദിവസത്തെ ഉണക്കാണ് കേട്ടോ. ഒരു 130 കിലോ കൊക്കോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു 5 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ വെറും ഈ ഒരു 38 മിനിറ്റിൽ ഞാൻ ഒതുക്കിയെടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കൊക്കോയും ഇതുപോലെ തന്നെയാണ് ഉണക്കിയെടുക്കാറ്. കൊക്കോയും അതേപോലെ ജാതിക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഉണക്കിയെടുക്കുന്നത്. അങ്ങനെ അത് ചൂടാറിയതിന് ശേഷം കൊക്കോ എല്ലാം വാരി ചാക്കിൽ കവറിലൊക്കെ ആയിട്ട് കെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൂക്കണുണ്ടോ എന്നൊക്കെ നോക്കണം. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വെച്ച് നോക്കിയാൽ മതി, എന്നും തുറന്ന് നോക്കണ്ട കേട്ടോ. അപ്പോൾ കവറിലൊക്കെ കെട്ടിയത് നമുക്ക് പുറമേ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. പൂപ്പൽ കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസമൊന്നും വച്ചേക്കില്ല, എങ്കിലും ഉണക്കി വാരി വെച്ചേക്കണേ. അത്ര ദിവസം മാത്രമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ കൊടുക്കൂട്ടോ. ഉണക്കാവണേ അപ്പം തന്നെ എടുത്ത് കൊടുക്കാറാട്ടോ പതിവ്. അപ്പോൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കൊക്കോയിൻ്റെ വിശേഷങ്ങളും കൊക്കോ ഉണങ്ങണതും എല്ലാം തന്നെ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളത് കാണിക്കാൻ പറ്റിയെന്നും ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരിക. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതല്ല, 4-5 ദിവസത്തെ കഷ്ടപ്പാടല്ല. അപ്പോൾ ഒരു ലൈക്കെങ്കിലും തന്നിട്ട് പോകണം കേട്ടോ. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോകളൊക്കെ ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കയറി കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കയറി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.